ഞാൻ മുംബൈയിലാണ് റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി വീഡിയോ അടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ സ്ഥാപനം റൺ ചെയ്തു പോകുന്നത് അല്ല ബജറ്റിലോട്ട് പോകണം. ഈ ഫയൽ തരാനും ബില്ല് തരാനും. ഹായ് ഗൈസ്, പാർട്ട് 2 വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു 20ന്റെ മുകളിൽ മിനിറ്റ് ഉണ്ട്. ഇനി ഇതും കൂടെ അതിൻ്റെ കൂടെ കയറുകയാണെങ്കിൽ ഇതൊരു മെഗാ സീരിയൽ എപ്പിസോഡ് ആവും എന്നറിയുന്നത് കൊണ്ടാണ് പാർട്ട് 2 ആയിട്ട് ദ നെക്സ്റ്റ് ഡേ ഇടുന്നത്. പിന്നെ ലേറ്റ് ആയി, ഓഫ് കോഴ്സ് എനിക്കറിയാം. കാരണം എൻ്റെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ടൈമൊക്കെ വേണം. അപ്പം ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാം. അപ്പം ഫൈനലി കാത്തിരുന്ന് കണ്ണ് കടച്ച് കല്യാണി ചേച്ചി ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഫുള്ളിരുന്ന് കണ്ടു കേട്ടോ. ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ളിരുന്ന് കണ്ടു. ഇപ്പം നമ്മൾ ഒരു വിഷയത്തിൽ മറ്റേ സൈഡ് പറയുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കല്യാണീൻ്റെ സൈഡും കൂടെ പറയുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കല്യാണീൻ്റെ ഈ വീഡിയോ മെയിനായിട്ട് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അധികം കത്തിയടിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു വോയിസ് ക്ലിപ്പിൽ അവർ പരാതി കൊടുത്തിട്ട് പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി അവർ പരാതി കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ കൊണ്ടുപോയി പരാതി കൊടുത്തു. ആ പരാതിയുടെ ബേസ് ആയിട്ടാണ് നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന പരാതിയുടെ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തെ ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. 1-ാം തീയതിയാണ് നമ്മൾ പരാതി കൊടുത്തേക്കുന്നത്, രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ കൊടുത്തേക്കുന്നത് നമ്മൾ 1-ാം തീയതി തന്നെയാണ് ഈ ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്തത്. അതായത് എൻ്റെ ട്രീറ്റ്മെന്റിന്റെ രേഖകൾ വേണമെന്നും പിന്നെ ബില്ല് വേണമെന്നും മാത്രമാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിനപ്പുറത്തോട്ട് മറ്റൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ചെറിയ ടിപ്സ് ഞാൻ ഇവിടെ കൊടുക്കാം. അത് അങ്ങനല്ലോ ഞാൻ ഒരു ഷോപ്പിംഗ് റിലയൻസിന്റെ മേടിച്ചിട്ട് ഞാൻ മുംബൈയിലാണ് റിലയൻസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വീഡിയോ അടിക്കാൻ പറ്റും. അത് ഇവിടെ പൈസ ഇവിടെ ബില്ല് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ സ്ഥാപനം റൺ ചെയ്തു പോകുന്നത് അല്ല ബജറ്റിലോട്ട് പോകണം. ഈ ഫയൽ തരാനും ബില്ല് തരാനും എല്ലാം എല്ലാം വേണം ഇത്രയും ബില്ലാണ്. അപ്പോൾ ഇതിനെ തളത്തില്ല ഇത്ര ചോദ്യം തളത്തില്ലേ ഇന്ന ബില്ല് എന്ന് പറഞ്ഞ് എനിക്ക് തരാൻ കേട്ടോ. ഇത്ര ബില്ല് ഇത്രയും അപ്പോൾ ബില്ലില്ല കാര്യമില്ല. അപ്പോൾ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മെറ്റാ ഗ്ലാസ് വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ബഹളം വെച്ചു, ആകെ അവിടെ ഇങ്ങനെ കച്ചറയാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ബില്ല് ചോദിക്കുന്നുണ്ട്, ഫയൽ ചോദിക്കുന്നുണ്ട്, അതിന് മെയിൽ അയക്കുന്നുണ്ട്, അവരോട് ചോദിക്കുന്നുണ്ട്. അവർ വാട്സപ്പിൽ ബില്ല് റിപ്ലൈ വന്നിട്ടുണ്ട്. അതായത് ഞാൻ മുടക്കിയേക്കുന്നത് ഒരു 6 അക്ക സംഖ്യയാണ്. അത് നല്ല വലിയൊരു 6 അക്ക സംഖ്യയാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഫുൾ പ്രൂഫ്, അതായത് ഗൂഗിൾ പേയിൽ മാത്രമേ ഞാൻ പേ ചെയ്തിട്ടുള്ളൂ. 6 അക്ക സംഖ്യയാണ് എൻ്റെ കയ്യിൽ നിന്ന് ആയിട്ടുള്ളത്. അതിൻ്റെ പേയ്മെന്റ്, അതിൻ്റെ ഹിസ്റ്ററി, അതായത് അവരോട് ബില്ല് ചോദിച്ചപ്പോൾ അത് തന്നേക്കുന്നത് അതിൻ്റെ പകുതിയുടെ പൈസയാണ് തന്നേക്കുന്നത് ബില്ല്. ബാക്കി പൈസ എവിടെ പോയി? ബാക്കി എന്തുകൊണ്ട് അവർ ബില്ല് ചെയ്ത് എനിക്ക് ബില്ല് തരുന്നില്ല? അത്രയേ ഉള്ളൂ നമ്മുടെ കൺസേൺ. നമുക്ക് എന്തുകൊണ്ട് ബില്ല് തരുന്നില്ല? ഓൾറെഡി ഞാനാണ് എഫക്റ്റഡ് ആയിരിക്കുന്നത്. എനിക്ക് എൻ്റെ ബില്ല് കിട്ടുന്നില്ല, ഫയൽ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഫയലിന്റെ കോപ്പി മതി നമുക്ക്. കാരണം ഇവർ ഇനി അത് പേപ്പർ മാറ്റി എഡിറ്റ് ചെയ്ത് എന്തൊക്കെ എഴുതി ചേർക്കും, എന്തൊക്കെ അതിന് മാറ്റം വരുത്തും എനിക്കറിയില്ല. കാരണം അത് ഓൾറെഡി നമ്മൾ അവരുടെ ക്ലിനിക്കിന്റെ പേപ്പർ അതിൽ എഴുതിയത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി കമ്പ്യൂട്ടർ റെക്കോർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നമുക്ക് എഡിറ്റ് ചെയ്താൽ എന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇത് സുഖമായിട്ട് മാറ്റാം. ഇനി എന്തൊക്കെയാണോ അതിൽ എഴുതി ചേർക്കുന്നത് എന്താണെന്നോ ഒന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് ആ ഫയലിന്റെ കോപ്പിയോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ജസ്റ്റ് ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൽ മാത്രം മതിയായിരുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം കല്യാണി പറഞ്ഞല്ലോ, മെയിനായിട്ട് കേസിന്റെ അത് കംപ്ലീറ്റ് തീരട്ടെ എന്ന് കരുതി കാത്തിക്കുക. അതിപ്പോൾ തീരുന്നില്ല, അതിൻ്റെ ഇടയിൽ വേറെയും കുറേ കാര്യങ്ങൾ പറഞ്ഞുപോയി. അപ്പം കേസിന്റെ കാര്യത്തിൽ കല്യാണി ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. ആ കൺഫർമേഷൻ തന്നിട്ട് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അഭിപ്രായം പറയാം. ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം 6 അക്ക സംഖ്യ, 10, 100, 1000, 10,000, ലക്ഷം, 6 അക്ക സംഖ്യ സ്കിൻ കൺസേണിന് വേണ്ടിയിട്ട് 6 അക്ക സംഖ്യ ചെലവാക്കി എന്നാണ് പറഞ്ഞത്. നാണല്ലേടോ എനിക്കൊക്കെ? ആത്മാർത്ഥമായി ചോദിക്കുക. ഞാൻ കണ്ടത് പ്രകാരം ഇതാണ് കല്യാണീൻ്റെ ഒറിജിനൽ സ്കിൻ ടോൺ. ഷോർട്സ് കാണുന്ന സ്കിൻ ടോൺ അല്ല. അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. റിംഗ് ലൈറ്റ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് എടുത്തതുകൊണ്ടാണ് ഈ ഒരു ടോൺ വന്നത്. അപ്പോൾ നിങ്ങളിനി ഇത് തേച്ചാൽ വെളുക്കും, ഇത് തേച്ചാൽ കരിമ്പ് പോകും, എൻ്റെ കറുത്ത പാട് എൻ്റെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടല്ലോ. അപ്പോൾ മനസ്സിലായിരിക്കും അതൊക്കെ ലൈറ്റിലും പിന്നെ സൺലൈറ്റിലും റിംഗ് ലൈറ്റിലൊക്കെ എടുത്തതുകൊണ്ടാണ് ഈ ഒരു ടോൺ ഉള്ളത്. ഈ ടോണിൽ നിന്നാണ് ആൾ കളിക്കുന്നത്. ഇത്ര ക്രീം തേച്ചിട്ടും ഈ ടോണിലാണ് നിൽക്കുന്നത്. ഈ ടോൺ തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. വീഡിയോ ഇടുന്ന സമയത്ത് ഈ റിംഗ് ലൈറ്റും സൺലൈറ്റ് വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് ടോണിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന് ഇവർ ആൾക്കാരെടുത്തോട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു സ്കിന്നിൻ്റെ ഒരു കൺസേണിന് വേണ്ടിയിട്ട് 6 അക്ക സംഖ്യ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം സമ്പാദ്യം ഉണ്ടാക്കുന്നേ എന്നാണ് ഞാനിവിടെ ചോദിച്ചു പോകുന്നത്. പിന്നെ നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ്, നിങ്ങൾക്ക് എങ്ങനെ വേണേൽ സ്പെൻഡ് ചെയ്യാം. എന്നാലും ഞാൻ ആലോചിക്കുക, എങ്ങനെയാണ് ഇത്രയും പൈസ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ തോന്നിയത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഓരോ തവണയും നമ്മൾ ഈ പേയ്മെൻറ്റ് അടച്ചു വരുമ്പം നമുക്കൊരു ഒരു തിരിച്ചറിവ് ഉണ്ടാവില്ലേ? ഞാൻ ഇത്ര പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ട്, ഇത്ര എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായില്ലേ? അത് കല്യാണിക്ക് ഉണ്ടായില്ലേ എന്നൊരു ചോദ്യമാണ് എനിക്കിവിടെ വന്നത്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം കല്യാണി ഇവിടെ ചോദിച്ചത്, കേസ് ഫയലിൽ എഴുതുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ വീണ്ടും എഴുതി വെട്ടി കയറ്റാലോ എന്നുള്ളത്.
എടാ ഈ IP രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എനിക്ക് ഒരുവിധം എല്ലാ ക്ലിനിക്സിലും ഉണ്ടാവും. നിങ്ങളൊരു പേഷ്യൻറ്റ് കാണാൻ വരുന്ന സമയത്ത് നമ്മൾ IP രജിസ്റ്ററിൽ IP മാർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ആ IP രജിസ്റ്ററിന് ഈ 1 2 3 4 എന്നൊക്കെ ബുക്ക് നമ്പർ ഉണ്ടാവും. IP രജിസ്റ്ററിൽ നമുക്ക് അങ്ങനെ കീറാനൊന്നും പറ്റില്ല, വെട്ടാൻ പറ്റില്ല, അധികം കുത്തി ഇതാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ IP രജിസ്റ്ററിൽ എടുത്തു നോക്കുമ്പം കല്യാണി വന്ന ഡേറ്റ് എന്നാന്നുള്ളത് നോക്കും. ആ ഡേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കല്യാണിൻ്റെ കേസ് ഫയൽ ഉണ്ടാവുക. അപ്പോൾ ഇല്ലാത്ത ഒരു അലിഗേഷൻസ് ഒരിക്കലും എഴുതി കയറ്റാൻ പറ്റില്ല. അങ്ങനെ എഴുതി കയറ്റിയിട്ടുണ്ടെങ്കിലും കല്യാണിക്ക് അത് ഫേക്ക് ആണെന്നുള്ളത് അറിയിക്കാൻ വലിയ പാടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ കല്യാണി അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും അലിഗേഷൻ എഴുതി കയറ്റു, ഇതിനെക്കുറിച്ചൊന്നും തിങ്ക് ചെയ്യേണ്ട. അതൊക്കെ വളരെ അങ്ങനെ ഒരു അലിഗേഷൻ വന്നാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, ഡോക്ടർ പറയുന്ന കാര്യത്തിനെ ക്രോസ് കൗണ്ടർ ചെയ്യാമല്ലോ. ഡോക്ടർ എന്തിൻ്റെ ബേസിസിലാണ് പറഞ്ഞത്, എന്താ കാര്യങ്ങൾ. ആൻഡ് നിങ്ങൾ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ വീഡിയോൻ്റെ ഇടയിൽ അങ്ങോട്ട് കാണാൻ പറ്റും, ആ ബിൽഡിങ് ഫുള്ള് CCTV ആണ്. ആ ഡോക്ടറെ ക്യാബിനിൽ വരെ CCTV ഉണ്ട്. അപ്പോൾ അധികം ക്ലെയിം വരികയാണെങ്കിൽ ഡോക്ടർ ക്യാബിൻ്റെ ഉള്ളിൽ കല്യാണിയും ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷൻസ് കോടതിയിൽ കാണിക്കാമല്ലോ. അപ്പോൾ കല്യാണി പറഞ്ഞതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അത് പുറത്തോട്ട് ഇടണം. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഒരു CCTV ഫുട്ടേജ് ഞാൻ കണ്ടു. അത് മെറ്റാ ഗ്ലാസ്സിൽ എടുത്തിട്ടുള്ളൊരു ഫുട്ടേജാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ എനിക്ക് പറയാനുള്ളത്. മെറ്റാ ഗ്ലാസ് കൊണ്ടുപോയി ഷൂട്ട് ചെയ്യുന്നൊരു സാധനത്തിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. കാരണം നമ്മുടെ സ്ഥാപനം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഹെൽത്ത് റിലേറ്റഡ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിനുള്ള ഒരാൾ വന്നിട്ട് ഞങ്ങളുടെ ഒരു പേഴ്സണൽ സ്പേസിൽ ഷൂട്ട് ചെയ്യാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല. എൻ്റെ സ്ഥാപനം എന്ന് വെച്ചാൽ ഒരു റിസോർട്ട് ലുക്കുള്ളതാണ്. അപ്പോൾ അവിടെ ഈ അടുത്ത ഫംഗ്ഷനൊക്കെ വരുന്ന ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കയറി വന്ന് കാണാനും ഫോട്ടോ എടുക്കാനും നിൽക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇത് കോൺഫിഡൻഷ്യലാണ്, ഡി-അഡിക്ഷൻ സെൻ്ററാണ്, ഇവിടെ ആൾക്കാർ കയറാൻ പാടില്ല എന്നുകൊണ്ട് എത്രയോ ക്ലയൻസിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈവൺ എൻ്റെ ക്ലയൻസിനെ കാണാൻ തന്നെ അവരുടെ വീട്ടുകാർ വരികയാണെങ്കിലും ആ ക്ലയൻറ്റിനെ പുറത്തിറക്കി ഈ വീട്ടുകാർ ഇവരെയും കൂടെ ഒരു പ്രൈവറ്റ് സ്ഥലത്ത് ഇരുത്തുകയാണ് ചെയ്യുക. ഒരിക്കലും ബാക്കിയുള്ള ക്ലയൻസിൻ്റെ മുമ്പിലോട്ട് പോയി അവരുടെ ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ അവിടെ അവർക്ക് അവരുടേതായ കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ CCTV ഫുട്ടേജ് ഉണ്ട്, കംപ്ലീറ്റ് CCTV ഫുട്ടേജ് ഉണ്ട്. നിങ്ങളൊരു കേസ് കൊടുത്താൽ മതി. നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈബർ സെല്ലുകാർക്ക് അല്ലെങ്കിൽ പോലീസുകാർക്ക് ഇവിടെ വന്നിട്ട് ഇവരുടെ CCTV ഫുട്ടേജ് വാങ്ങാനുള്ള റൈറ്റ് ഉണ്ട്. അവർക്ക് വരികയും ചെയ്യാം, ഇവരുടെ CCTV ഫുട്ടേജ് വാങ്ങുകയും ചെയ്യാം. അവർ ആ CCTV ഫുട്ടേജ് ഇവിടെ വന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ന ഡേറ്റ് ഇന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവർ സെർച്ച് ചെയ്തോളൂ. പക്ഷെ നിങ്ങൾ ഈ ഗ്ലാസ് കൊണ്ട് പോയിട്ട് ഈ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നത് ഇസ് നോട്ട് എ റൈറ്റ് തിങ്. ഓക്കെ, അതും കൂടെ ഞാൻ പറയാം. പിന്നെ ഇവിടെ അടുത്തൊരു സാധനം കേട്ടത് ബില്ലിൻ്റെ പേരിലുള്ളൊരു കോൺവെർസേഷനാണ് കണ്ടത്. പക്ഷേ ഞാൻ ബില്ല് തന്നു എന്നും പറയുന്നു, തന്നില്ല എന്നും പറയുന്നു. കല്യാണിയിൽ പറയുന്നു ബില്ല് കിട്ടിയിട്ടില്ല എന്നാണ്. ബില്ല് എന്താ അയക്കാതെ മുകളിൽ ചോദിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഒരു ഹയർ അതോറിറ്റിയിലുള്ള ഒരാളുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ എന്നോടൊരു ഡോക്യുമെൻ്റ് വന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ആ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റില്ല. എന്നെ കൊണ്ട് എടുത്തു തരാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് എനിക്ക് പറ്റും, അല്ലാത്ത ഡോക്യുമെൻ്റ് എനിക്ക് തരാമല്ല. അത് തരണമെങ്കിൽ എൻ്റെ ഹയർ അതോറിറ്റിയിലുള്ള ഒരു വ്യക്തി സ്ഥാപനത്തിൽ ഉണ്ടാവണം. അയാളുടെ പെർമിഷനിൽ ചിലപ്പോൾ അയാൾക്ക് മാത്രമേ കാണിക്കാൻ പറ്റൂ. ഈവൻ പോലീസുകാർ പല കേസിൻ്റെ എൻക്വയറീസ് കാര്യങ്ങളായി നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന സമയത്ത് ആ സെക്കൻഡ് ഞാൻ പറയും, സാറേ എനിക്ക് ഇത് തരാനുള്ള പെർമിഷനില്ല, എനിക്ക് ഓഫ് കോഴ്സ് എൻ്റെ സാറിനെ വിളിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സാറിനെ കണക്ട് ചെയ്ത് ചോദിച്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പോലീസുകാർ തന്നെ പറയും, ഓക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു നിങ്ങളുടെ കൺസേൺ, നിങ്ങളുടെ സാറിൻ്റെ നമ്പർ തരൂ, സാറിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഈ തൂഫാൻ്റെ ഒക്കെ ഇഷ്യൂസ് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡി-അഡിക്ഷൻ സെൻറ്ററിൽ വന്നിട്ട് ഈ ഏരിയയിലൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പിള്ളേരുടെ ഒക്കെ ലിസ്റ്റ് എടുക്കാൻ വരും. അപ്പോൾ നമ്മൾ പറയും തരാൻ പറ്റില്ല, കോൺഫിഡൻഷ്യലാണ്, അതാണ് ഇതാണ്. അവർ നമ്മളോട് അധികം ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ്, ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഹയർ അതോറിറ്റിയുള്ള സമയത്ത് വരും. അതിലൊന്നും ഒരു റോങ് ആയിട്ടുള്ള കാര്യമല്ലടാ. അതൊന്നാം നിങ്ങൾ ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അറിവും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിതൊക്കെ പറയുന്നത്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലീഗലായിട്ട് മൂവ് ചെയ്തോളാം. അപ്പം ആ ഒരു സമയം വരെ നമ്മൾ ലീഗലായിട്ട് പോയില്ല. ഇവരോട് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫയൽ തരൂ എന്നുള്ള രീതിക്ക് നമ്മൾ മെയിൽ ത്രൂ അയക്കുന്നതും അല്ലെങ്കിൽ ലെറ്റർ അയക്കുന്നതും വാട്സ്ആപ്പിൽ അയക്കുന്നതും എല്ലാം ഇവരോടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവർ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവർ കംപ്ലൈന്റ് ഓൾറെഡി രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർ പറയും നമ്മൾ ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഇത് കേസായിട്ട് കൊടുത്തല്ലേ. അവർ എപ്പോഴും പറഞ്ഞത് എന്താണ്, നിങ്ങൾ ലീഗലായിട്ട് പോകണം. അങ്ങനെ നമ്മൾ ലീഗലായിട്ട് പോയതുകൊണ്ട് മാത്രമാണ് അവർ വന്ന് കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ പരാതി കൊടുത്തേക്കുന്ന ഡേറ്റ് മുകളിൽ എഴുതിയിട്ടുണ്ട് 1/6/2026 നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അന്നാണ് നമ്മൾ ക്ലിനിക്കിൽ പോയത്. അതായത് നമ്മുടെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്, ട്രീറ്റ്മെന്റിന്റെ ഫയലും ബില്ലും ചോദിച്ചുകൊണ്ട്. അപ്പോൾ അത് അവർ തരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് 1/6/2026 തന്നെയാണ്, അന്ന് തന്നെയാണ്. പക്ഷേ ഇവർ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന പോലെ 2-ാം തീയതിയാണ് നമ്മളെ വിളിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും അവിടെ എത്തുന്നത്. ഓക്കെ, അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവർ അതായത് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതായത് എൻ്റെ ബില്ലും കാര്യങ്ങളും എല്ലാം അവർ തരാം. അതായത് ഡേറ്റ് എഴുതിയിട്ടുണ്ട് 3/6/2026 തരാം എന്നുള്ള രീതിയിൽ അവർ ഡേറ്റ് വരെ എഴുതിയിട്ട് അതിൻ്റെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാനും ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് അത് നടന്നത് അവിടെ. അതായത് 3-ാം തീയതിക്ക് മുൻപേ എൻ്റെ ബില്ലും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ റെക്കോർഡും ഹാർഡ് കോപ്പി ആയിട്ട് തരണം എന്നുള്ള രീതിയിൽ
ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അപ്പോൾ അതിനർത്ഥം എനിക്ക് ആ ടൈമിൽ ബില്ല് തന്നിട്ടില്ല എന്ന് തന്നെയല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയും. ഇനി രണ്ടാമത്തെ കാര്യം അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്തിനാണ് ഞാൻ ആ ക്ലിനിക്കിൽ പോയി എന്നുള്ള കാര്യം ഞാൻ പറയാം. അതായത് അവരതിൽ പറയുന്നത്, അതായത് എന്റെ മുഖത്ത് കുരുവെന്നാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ കറക്റ്റായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ഇപ്പൊ കേസ് പറഞ്ഞത് രണ്ടുപേരും ലീഗലി പൊയ്ക്കോ എന്നുള്ളത് ക്ലിനിക്ക് പറഞ്ഞിട്ടുണ്ട്. ക്ലിനിക്കിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ലീഗലി പോകാൻ പറയില്ല. അവരെന്താ അവർ പറയുക? അവർ പറയും ഓക്കെ സാർ, മാഡം ഇവിടെ ഇരിക്കും, നമുക്കെല്ലാം സംസാരിക്കാം, നമുക്ക് തീരുമാനമാക്കാം, മാഡം പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് മാഡത്തിന്റെ പുറകെ വരിക ചെയ്യുക. ക്ലിനിക്കലി പോയാലും ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ടാണ്, ലീഗലി പോയാലും ക്ലിനിക്കിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് കോൺഫിഡൻ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞത് നിങ്ങൾ ലീഗലി പോയിക്കോളൂ എന്ന്. അപ്പം അതിൽ തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് അല്ലെ അവരുടെ ഒരു ധൈര്യം നിങ്ങൾക്ക് ആലോചിച്ചൂടെ? പിന്നെ സെക്കൻഡ് തിങ്, നിങ്ങളും അവരും കേസ് കൊടുത്തു. 1-ാം തീയതിയാണ് രണ്ടുപേരും കൊടുത്തത്. ഇപ്പം അവരുടെ കേസ് 4 മണിക്കാണ് എടുത്തത് എന്നുള്ളൊരു സാധനം കല്യാണി കാണിച്ചിട്ടില്ല. രണ്ടും കല്യാണി 1-1 എന്നാണ് കാണിച്ചത്. ഇപ്പം ഇവരാണോ ഫസ്റ്റ് അവരാണോ സെക്കൻഡ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് 2-ാം തീയതി വിളിച്ചു എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഒരു കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസമാണ് 2 ടീമിനെയും വിളിക്കുക. 2 ടീമിനെയും വിളിച്ചിരുന്ന് സംസാരിച്ചിട്ട് അവിടെ എന്താണോ വേണ്ടത് അത് കൊടുക്കാം എന്നുള്ളൊരു സാധനം വന്നു. കോടതി ഇടപെട്ട് കഴിയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, കോടതിയോ പോലീസുകാരോ ഇടപെട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ സോഫ്റ്റ് കോപ്പി കാര്യങ്ങൾ വിത്ത് പെർമിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് ലീഗൽ. ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു ഫയലോ കാര്യങ്ങളോ സീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ലെറ്ററും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഫയലിൻ്റെ സോഫ്റ്റ് കോപ്പി മീൻസ് ഒറിജിനൽ കോപ്പിയല്ല പ്രിൻ്റഡ് കോപ്പി നമുക്ക് കോടതി തരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ടീമുള്ള പോയിട്ടുണ്ടെങ്കിലും കോടതിയിൽ നിന്ന് കിട്ടും. അല്ലാണ്ട് ഒരാൾ ഇതെടുത്ത് കൊടുക്കില്ല. ദാറ്റ്സ് ഇറ്റ്. ഇപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്ന ഒരു പേഷ്യൻറ്റിനും ഞാൻ അവരുടെ ഫയലിൽ ഫുള്ള് കൊടുക്കില്ല. ഞാൻ എഴുതുന്ന പേജ്, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എഴുതുന്ന പേജ്, ഫിസിഷ്യൻ എഴുതുന്ന പേജ്, സൈക്കാട്രിസ്റ്റ് എഴുതുന്ന പേജ്, അല്ലെങ്കിൽ മെഡിക്കൽ നേഴ്സ് എഴുതുന്ന പേജ്, ഇതൊന്നും നമ്മൾ ആരും എടുത്ത് കൊടുക്കില്ല. ഡിസ്ചാർജ് സമ്മറിയെ കൊടുക്കൂ. പക്ഷെ കേസിൻ്റെ ഭാഗമായി പോലീസ് ഇടപെട്ടുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വിത്ത് ലീഗൽ പെർമിഷനോട് കൂടി നമുക്കത് കൊടുക്കാം. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ ബില്ലിങ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ്. 6 സംഖ്യ ചിലവാക്കുമ്പം ആ ചിലവാക്കുന്ന സംഖ്യയ്ക്ക് ഒരു വില ഉണ്ടാവണ്ടേ? വില ഉണ്ടായിരുന്നെങ്കിൽ പോയ അന്ന് തൊട്ടിട്ട് നിങ്ങൾ ബില്ല് വാങ്ങിയാൽ, ഉള്ളി തക്കാളി വാങ്ങിയാൽ വരെ ബില്ല് വാങ്ങുന്ന ഒരു ലോകമാണ്. അപ്പോഴാണ് ഈ 6 സംഖ്യ ചിലവാക്കിയിട്ട് 8 മാസമായിട്ട് ബില്ല് വാങ്ങിയില്ല. അത് നിങ്ങളുടെ മണ്ടത്തരാ. ഒരു ഉദാഹരണം മാക്സിമം എന്നും വീഡിയോ ഇടാൻ നോക്കാറുണ്ട് ഷോർട്സ്. അപ്പോൾ അതിൽ നോക്കിയാൽ എത്ര നിങ്ങളുടെ ഫേസിൽ കുഴി ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു പാട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഈ ഒരു പാട് എൻ്റെ 2 സൈഡിലും ഇതുപോലെ ഉണ്ട്. ഈ ഒരു പാട് ഞാൻ സ്റ്റിറോയിഡ് ഉപയോഗിച്ചിട്ട് വന്നതെന്നാണ് ആ കുട്ടി പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അങ്ങനെയല്ല എന്ന് എനിക്ക് കാണിക്കാൻ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സൈഡിൽ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പറയാം. അതായത് 8 വർഷം മുമ്പ്, എൻ്റെ മോളിൽ 8 വയസ്സാണ്. 8 വർഷം മുമ്പ് പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റിറോയിഡ് ക്രീം യൂസ് ചെയ്യാൻ പറ്റില്ല. സ്റ്റിറോയിഡ് ക്രീം എന്നല്ല, ഒരുവിധമുള്ള സാധനങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും എനിക്ക് ഫേസിന് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പാട് അവിടെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതെനിക്ക് അവിടെ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ഈ പാട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. എൻ്റെ അച്ഛനും ഇവിടെ നന്നായിട്ട് അത് പ്രായം കൂടുന്തോറും ആ ഡാർക്ക്നെസ്സിലേക്ക് ആ ഒരു കറുപ്പ് അത് ഞാൻ കൂടി വരികയാണ്. അത് അച്ഛനുണ്ട്, അച്ഛൻ്റെ പെങ്ങന്മാർക്കുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കും ഇത് ഇങ്ങനെ ഉണ്ട്. ഇതിപ്പോൾ എനിക്ക് പ്രായം കൂടി വരുമ്പോൾ ഇതിങ്ങനെ തെളിഞ്ഞ് വന്നാലോ എന്ന് എനിക്കൊരു പേടി. അതായത് നമ്മൾ നോർമൽ ആയിട്ട് ഒരു ക്രീം എടുത്ത് ഇട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താലോ ഒന്നും പോകില്ല. കാരണം ഇത് മെലാസ്മ പോലെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് വരുന്നതാണോ എനിക്ക് ഉള്ളിൽ ഭയം വന്നു. ഓക്കെ, എന്നാൽ പിന്നെ അത് നല്ലൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊല്ലത്ത് ട്രിവാൻഡ്രത്തോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 75 കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ഈ ഡോക്ടറെ അപ്പോയിൻമെന്റ് എടുത്ത് കാണാൻ ചെയ്യുന്നത്. അപ്പോൾ കാണാൻ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കല്യാണി ഇത് പെട്ടെന്ന് മാറില്ല, നമ്മൾ 3-4 മാസം ടൈം വേണം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ ഡോക്ടർ, എനിക്ക് കുഴപ്പമില്ല. കാരണം അവർ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഓക്കെ, അത് ഓപ്പണായിട്ട് പറഞ്ഞു ഇത് പെട്ടെന്ന് മാറില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കണം. കാരണം ഉള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഹീലായിട്ട് വരാം, സ്കിൻ നല്ലതാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്നോട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ നമുക്ക് മെഡിസിൻ തരും. അപ്പോൾ നമ്മളത് ആ പറയുന്ന രീതിയിൽ കുടിക്കും അല്ലെങ്കിൽ ചെയ്യും, അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ച് പോയ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്തൊക്കെ പറഞ്ഞു അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു, ട്രീറ്റ്മെന്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സാധനങ്ങൾ അവിടെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അതിപ്പോൾ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബോഡിക്കകത്ത് നന്നായിട്ട് കൂടി നിന്നാൽ മാത്രമേ നമ്മുടെ സ്കിൻ നന്നായി വരുന്നു നമ്മളോട് കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ടൈമിൽ പോയ സമയത്ത് ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയ സമയത്ത് ബില്ല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വാങ്ങിച്ചു ചെയ്യാൻ. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. ഫോട്ടോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. അതായത് 8 വർഷം മുന്നേ, അതായത് പറ്റുവാണെങ്കിൽ ഞാൻ എൻ്റെ +2 ടൈമിൽ ഞാൻ ആഡ് ചെയ്യാട്ടോ. പറ്റുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടെങ്കിൽ. എന്തിനാ ഹോസ്പിറ്റലിൽ പോയി എന്ന് ചോദിച്ച സമയത്ത് കല്യാണി കൊടുത്ത ഈ എക്സ്പ്ലനേഷൻ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. എൻ്റെ ചോദ്യം, കൊല്ലത്തുണ്ടായിരുന്ന കല്യാണി എന്തിന് തിരുവനന്തപുരത്ത് ക്ലിനിക്കിന് പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കല്യാണിയുടെ ആ ഷോർട്സിലെ ഒരു റിയാക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് ഈ സ്ഥാപനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അടങ്ങി ഒതുങ്ങിയിരുന്ന ഒരു കല്യാണീനെ വിളിച്ചു വരുത്തി ഈ സ്ഥാപനത്തിൽ എത്തിച്ചു എന്നുള്ള രീതിയിലാണ് കല്യാണി പറഞ്ഞത്. സ്ഥാപനത്തെക്കുറിച്ച് ഒന്നും അറിയാണ്ട് കയറി ചെന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്തിന് ഈ സ്ഥാപനത്തിൽ പോയി? ഇത്രയും ദൂരെ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകണമെങ്കിൽ സ്ഥാപനത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കി വായിച്ച് റെഫർ ചെയ്തിട്ടേ പോകും. പ്രത്യേകിച്ച് ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് നോളജ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ് കല്യാണി തിരുവനന്തപുരം പോയത്. പിന്നെ പോയൊരു ഇഷ്യൂ പറഞ്ഞത് പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു സാധനത്തെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പാരമ്പര്യമായിട്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു സാധനം
സാധനം അത്ര എളുപ്പമൊന്നും പോവില്ല. അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന കാര്യമാണ്. പിന്നെ അതിന് ഭയങ്കര കൂടിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടേ പോകും. ഇതെനിക്ക് എൻ്റെ ഈ നെക്കിൽ കാണുന്ന ഈ സാധനം പാരമ്പര്യമായിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് കീലോയിഡ് എന്നാണ്. അതെൻ്റെ ഫാദറിൻ്റെ റിലേഷൻഷിപ്പിലാണ്. അച്ഛനുണ്ട്, അച്ഛൻ്റെ ഏട്ടനുണ്ട്, അച്ഛൻ്റെ അനിയനുണ്ട്, പിന്നെ എൻ്റെ 2-3 അനിയത്തിമാർക്കൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ച സമയത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നോട് ആദ്യം പറഞ്ഞത് ഇത് കീറണം, പഴുപ്പിക്കണം, പിന്നെ പറഞ്ഞൊരു ഇഞ്ചക്ഷൻ വെക്കണം, ഇങ്ങനെ കുറേ സാധനങ്ങളാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ച സമയത്ത് ഇതിനൊക്കെ നല്ല പൈസ എന്നോട് പറഞ്ഞത്. ഞാൻ കരുതി വേണ്ട, അവിടെ കിടക്കട്ടെ. അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടുള്ളൊരു സാധനം സ്കിന്നിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്, വളരെ എഫോർട്ടാണ്. ആൻഡ് അത് ഈസിലി പോകുന്ന ഒരു സാധനമല്ല. സ്കിന്നിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു സൺ ടാൻ വന്നു, നമുക്ക് മാറ്റാൻ പറ്റും. മറുക് വന്നാലോ അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്, അതിൻ്റെതായ പേയ്മെൻ്റ് ഉണ്ട്, അതിൻ്റെതായ ടൈമും എടുക്കും. ചിലപ്പോൾ 8-1 2-3 വർഷം വരും. കാരണം ജീനിൽ കൂടെ വന്നൊരു സാധനമാണ്. അപ്പോൾ അത് മാറാൻ നോക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു മണ്ടത്തരാണ്. ആൻഡ് അത് ഈസിലി മാറില്ല എന്നല്ല, ചിലപ്പോൾ 8 ചിലപ്പോൾ 2-3 വർഷം വരെ വേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഹീലിംഗ് നടക്കണം. പിന്നെ ഉള്ളിലോട്ട് സാധനം എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വരുമ്പോൾ അവർ ഉള്ളോട്ടാണ് പറയുക. ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ഡോക്ടറും എന്നോട് പറഞ്ഞാൽ വറുത്ത പൊരിച്ചത് നിർത്ത്, ജങ്ക് ഫുഡ് നിർത്ത്, പപ്പടം കഴിക്കരുത്, പലഹാരം കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾ കഴിക്കുക, വെള്ളം കുടിക്കുക, ഇത് 3 എന്നോട് പറഞ്ഞത്. അപ്പോൾ കല്യാണീൻ്റെ ഇങ്ങനത്തെ ഒരു ഹീലിംഗ് ആയതുകൊണ്ട് തന്നെ അവർ ഈ മെഡിസിൻസ് കാര്യങ്ങൾ കൊടുത്തത് ചിലപ്പോൾ ഇൻറ്റേർണലി ഉള്ളിലുണ്ടാവുന്ന കാര്യങ്ങൾ റെഡി ആവാൻ വേണ്ടിയിട്ടായിരിക്കും. പറഞ്ഞാൽ ഇതിലൊക്കെ ഇപ്പോൾ എന്താ ഇത്ര തെറ്റ് എന്നുള്ളത് ഓഫ്കോഴ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 6 സംഖ്യയാണ് പ്രശ്നമായി നിങ്ങളുടെ തെറ്റ്. 6 സംഖ്യ ഇതിന് വരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വേണ്ട, ഈ പാടം അവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകണമായിരുന്നു. ഇല്ലല്ലോ, കൊടുത്തു, ചിലവാക്കി, പിന്നെ അതൊരു വിഷയമാവുന്ന എങ്ങനെയാണ്? ഞാൻ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ചെയ്തിട്ടാണ് കൊളാബ് ചോദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ 2ാമത്തെ തവണ ചെന്നപ്പോൾ കൊളാബ് ചോദിച്ചു. അത് നൽകാത്തതിന്റെ ദേഷ്യത്തിലാണ് അവരുടെ ക്ലിനിക്കിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന രീതിക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് 2ാമത്തെ തവണ ചോദിച്ചു. അവർ പറയുന്നത് ഞാൻ 8 മാസം ആ ക്ലിനിക്കിൽ ചെന്നിട്ടുണ്ടെന്ന്. അങ്ങനെ 8 മാസം ഞാൻ കറക്റ്റായിട്ട് പേയ്മെന്റ് കൊടുത്ത് എല്ലാം കൊടുത്ത് അത് നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഞാൻ ബില്ല് താൻ ഞാൻ അവരോട് ആവശ്യപ്പെടാറില്ല. അവരോട് പറയും വാട്സ്ആപ്പിൽ ബില്ല് സെൻഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഓക്കെ പറയും. പക്ഷേ ബില്ല് അയച്ചു വരുന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറയും, ഞാൻ ഓക്കെ പറയും. ഇത് അവർ തെളിയിക്കണം. കാരണം ആ ഒരു ക്ലിനിക്കിൽ ഫുള്ള് ക്യാമറയാണ്. അവിടെ ഡോക്ടറുടെ ക്യാബിന്റെ അകത്ത് പോലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ക്ലിനിക്കിൽ ഞാൻ ചെന്ന് കൊളാബ് ചോദിച്ചതിന്റെ ഒരു പ്രൂഫ് അവർ കാണിക്കണം. ഇത്രയും വലിയൊരു അലിഗേഷൻ എന്റെ പേര് വെക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രൂഫ് അവരുടെ എനിക്ക് തരണം എന്ന് തന്നെയാണ് ഞാൻ കൊളാബ് ചോദിക്കുന്നത്. അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. കാരണം 2ാമത്തെ തവണ വിസിറ്റ് ചെയ്യാൻ കൊളാബ് ചോദിച്ചിട്ട് ബാക്കി ഇത്രയും തവണയും ഞാൻ എന്റെ പേയ്മെന്റ് കൊടുത്ത് ഞാൻ ബില്ല് പോലും വാങ്ങിക്കാതെ വാട്സ്ആപ്പിൽ അയക്കാൻ പറയുന്നത് വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ കൊണ്ടിരിക്കുന്നത്. കൊളാബ് തരാത്തതിന്റെ ദേഷ്യത്തിൽ 8 മാസം അവർ പറയുന്നത് ഞാൻ 8 മാസം ചെന്നു കേട്ടോ. പക്ഷേ 8 മാസമല്ല, നമ്മൾ ഒക്ടോബർ 9 ചെന്നത്. പിന്നെ നമ്മൾ 6.25 മാസത്തോടെ ചെന്നിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് വരെ ഞാൻ എന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോടോ ഞാൻ കൊളാബ് അങ്ങോട്ട് ആവശ്യപ്പെടാറില്ല. അപ്പോൾ അവർ അത് പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ളത്. CCTV എല്ലാം ഉള്ള ക്ലിനിക്കല്ലേ. അപ്പോൾ അവർ ഒക്ടോബറിൽ പോയിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിലോട്ട് 10 മാസമാവും. ഈ 10 മാസത്തിൽ ഈ പോസ്റ്റ് ഇട്ടത് ഇനിയിപ്പോൾ എത്ര ടൈമാണെങ്കിലും, ആ പോസ്റ്റ് ഇട്ടത് എത്ര ടൈമാണെങ്കിലും ഈ ടൈമിൻ്റെ ഇടയിലൊക്കെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ 6 മാസമാണെങ്കിൽ ഈ 6.5 മാസത്തിൻ്റെ ഇടയിൽ ഈ 6.5 മാസം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തല്ലോ. എനിക്കിനിപ്പോൾ ലാസ്റ്റ് നിങ്ങൾ പോയ വിസിറ്റിൻ്റെ ടൈം നിങ്ങൾ കാണിച്ചാലേ നമുക്ക് പറയാൻ പറ്റൂ നിങ്ങൾ ശരിക്കും 6.25 മാസമാണോ 9 മാസമാണോ പോയത് എന്നുള്ളത്. അപ്പം ഇനി വീഡിയോ ഇടുന്ന സമയത്ത് അതും കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഈ കേസിൽ കിട്ടും. പിന്നത്തെ വിഷയം കൊളാബാണ്. കൊളാബിൻ്റെ ഒരു കാര്യം നിങ്ങൾ പറയുന്നു കൊളാബ് ചോദിച്ചിട്ടില്ല, അവർ പറയുന്നു കൊളാബ് ചോദിച്ചു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും 2 അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് പറഞ്ഞതുപോലെ ഇത് പുറത്തോട്ട് പറയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊതുവേ ഞാൻ എൻ്റെ ഒരു നിഗമന പ്രകാരം ഈ കൊളാബറേഷൻ ചെയ്യുന്ന ഇത്രയും ലാക്ക് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ, ഈവൻ അവിടെ എക്സ്പോസ് ആയിട്ടുള്ള ഒരു 3 സബ്സ്ക്രൈബർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു സാധനം അവരോട് പറഞ്ഞല്ലോ. ഇത്രയും ലാക്ക് ഓഫ് സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ആൾക്കാർ അവിടെ പോയി നല്ലത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേണേൽ കൊളാബ് ചെയ്യാം എന്ന് പറയുന്ന സിറ്റുവേഷൻസും ഉണ്ട്. കൊളാബ് തീരെ ചോദിച്ചില്ല, കൊളാബിനെ കുറിച്ചിട്ട് ഒരു ഐഡിയയും ഇല്ല, കൊളാബ് അറിയില്ല, അതെനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഓപ്പൺ ചലഞ്ചാണ് ഇട്ടത്, അതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളില്ലേ. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും കൂടെ കാണിക്കട്ടെ. പിന്നെ ഈ 6.25 മാസത്തിനിടയിലുള്ള നിങ്ങളുടെ ഷോർട്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കുറേ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തത് കാണാൻ പറ്റും. ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളുടെ സ്കിന്നിന് അന്നേരം പറ്റുമോ എന്നുള്ള കാര്യം നമുക്കറിയോ? ചിലപ്പോൾ അവർ കഴിക്കുന്ന മെഡിസിൻ്റെ ആ ടൈമിൽ തന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ള കാര്യം നമുക്കറിയോ? പിന്നെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ അവർ തന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള വല്ല കുരു വരിക, പാണ്ട് വരിക, അല്ലെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവുക, സ്കിൻ ക്യാൻസർ വരിക, ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇതൊന്നും വന്നിട്ടില്ല. സംഭവിച്ചെന്താ? നടന്നില്ല. അത് കോമൺ സെൻസിൽ ആലോചിച്ചറിയാം. പാരമ്പര്യമായി ഉണ്ടാകുന്ന ഒരു സാധനം 1, 2, 3 ദിവസം കൊണ്ട് ഒരാൾക്കും തീർക്കാൻ പറ്റില്ല, ഒരാൾക്കും കളയാൻ പറ്റില്ല, ഒരാൾക്കും അതൊന്നും അല്ലാണ്ട് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 8 മാസമായിട്ടും ബോഡിയിൽ ചേഞ്ചസ് വന്നില്ല എന്ന് പറയുന്നതിന് നിങ്ങൾ കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളാദ്യം മനസ്സിലാക്കണമായിരുന്നു പാരമ്പര്യം ഇത് മാറില്ല എന്നുള്ളത്. ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് എവിടെയെങ്കിലും കല്യാണീനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി. ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തൊരു സാധനം കൊളാബിൻ്റെ ഭാഗം. ബാക്കി ഇവർ പറയുന്ന ഒരു കാര്യമായിട്ടും എനിക്ക് ഒരു വിധേനയും യോജിക്കാൻ പറ്റുന്നില്ല.
പ്രൂവ് ചെയ്യണം ഞാൻ കൊളാബ് ചോദിച്ചു എന്നുള്ള കാര്യത്തിന് പറയുന്നത് അവർ പറയുന്നത് എന്തിന് ഇങ്ങനെ ഒരു ക്ലിനിക്ക് ആണെങ്കിൽ ഞാൻ എന്തിന് 8 മാസം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഞാൻ 6.5 മാസേ പോയിട്ടുള്ളൂ. അപ്പോൾ എന്തിന് ഇത്രയും സമയം ഞാൻ അവിടെ പോയി? നിങ്ങൾ ആലോചിക്കണം, ഇവിടുന്ന് 75 കിലോമീറ്റർ ഉണ്ട്. ഞാൻ മെനക്കെട്ട് അവിടെ എന്തിന് പോയി എന്ന് ചോദിച്ചാൽ നമ്മളോട് തുടക്ക സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കരുത് കല്യാണം, ഇതിന് സമയം എടുക്കും. കാരണം പണ്ട് മുതലേ ഉള്ള സാധനമല്ലേ, പിന്നെ പേരൻസിനും ഉണ്ടായിരുന്നു, അതായത് അച്ഛനും ഉണ്ടായിരുന്നു, അതിന് സമയം എടുക്കും. നമ്മളോട് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര കൺവിൻസ് ആയിരുന്നു. ഓക്കെ, ടൈം എടുത്താലും സാരമില്ല, ഇപ്പം ഇത് മാറുമല്ലോ, കുഴപ്പമില്ലല്ലോ, ഇനി ഇങ്ങനെ തെളിഞ്ഞു വരില്ലല്ലോ, അച്ഛൻ്റെ നന്നായിട്ട് തെളിഞ്ഞു വന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെ തന്നെ ഒരു 4-5 മാസം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മാസം 5 മാസമൊക്കെ ആയിട്ടും ഈ പാടിന് വലിയ മാറ്റങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞതുപോലെ മാറ്റങ്ങൾ വരുന്നില്ല. മാത്രമല്ല എൻ്റെ ഫേസ് ഒന്നുകൂടെ ഡാർക്ക് ആവുന്നു, കുഞ്ഞു കുരുക്കളൊക്കെ വരാൻ തുടങ്ങി എന്നുള്ള കാര്യം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ അത് മാം ഈ പാട് മാറാത്തത് സ്കിൻ ഹൈഡ്രേറ്റ് ആവാത്തതുകൊണ്ടായിരിക്കും, അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യാന്ന് വെച്ചിട്ട് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ ചെയ്തത് മുഖേന എൻ്റെ ഫേസിൽ രക്തം കട്ട പിടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിലെത്തി അവർക്ക് അവരുടെ വാട്സപ്പിൽ അയച്ചു, ഇതുപോലെ എനിക്ക് രക്തം കട്ട പിടിച്ച് ഭയങ്കര വേദനയുണ്ട്, കുറച്ചിങ്ങനെ ഇതായിട്ടിരിക്കുമായിരുന്നു. അപ്പം അത് നല്ല പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് അവർക്ക് ഞാൻ എൻ്റെ കൺസേൺ ആയിട്ട് അയച്ചതാണ് കേട്ടോ. എൻ്റെ ഫേസിൽ ഇതുപോലെ ഈ മരുന്ന് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇവിടെ ദാണ്ട് ഇങ്ങനെ കട്ട പിടിച്ച്, മരുന്നാണോ ഇനി ബ്ലഡ് ആണോ എന്നറിയില്ല, നല്ല വേദനയും നീരൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ ഈ ഒരു ക്രീം ഡേറ്റ് മുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്രീം വാങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ട് ഇത് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് മസാജ് ചെയ്തിട്ടും കുറയാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് മാറും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ നമുക്കൊരു ക്രീം ഇവർ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ ലോകത്തില്ലാത്ത വിലയാണ് കേട്ടോ, അത്രയും വിലയാണ് ആ ക്രീമിന്. ഞാൻ പറഞ്ഞു എനിക്ക് ക്രീം യൂസ് ചെയ്തിട്ട് എൻ്റെ മാറാനാണെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും, അപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള ക്രീം കാര്യങ്ങളൊന്നുമല്ല, ഇതുപോലെ നമ്മുടെ പിഗ്മെന്റേഷൻ പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. തേക്കുമ്പോൾ ആദ്യം ഒന്ന് ഡാർക്ക് ആവും, പിന്നെ ആയിരിക്കും നമുക്ക് ഈ പാടൊക്കെ മങ്ങാൻ തുടങ്ങാൻ പറയും. ഓരോ തവണയും അവർ ഓരോ സാധനങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളത് ഓക്കെ മാറും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ സ്കിൻ ഭയങ്കര മോശമാകാൻ തുടങ്ങി. ഇവിടെ എല്ലാം ഇങ്ങനെ പാടും. ആദ്യം ഇവിടെ എല്ലാം ഇങ്ങനെ വന്നു. അപ്പോൾ മാർച്ച് മാസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ചൂടുകൂടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ പാട് വരാൻ തുടങ്ങി. എനിക്കറിയാം യൂട്യൂബിൽ തന്നെ ഒരുപാട് പേര് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കാരണമാണ് എന്നുള്ള ചിന്ത എനിക്ക് പോകുന്നില്ല. ചിലപ്പോൾ ചൂടായതുകൊണ്ട് ചൂടുകൂടി വന്നായിരിക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ ആ ക്രീമൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ, അതായത് സീച്ചറിൽ എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നിർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കഴുത്തിൻ്റെ അടുത്ത് എല്ലാം പോയി ആ ഒരു വന്ന സംഭവങ്ങളല്ല. അപ്പോൾ നമുക്ക് പതുക്കെ ഡൗട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം ഇത്രയും മാസം ഇത്രയും കാശ് നല്ല രീതിക്ക് കാശായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ ഇങ്ങനെ നമുക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്ലിനിക്കിൽ ചെല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെന്നു. അത് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഇനി ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചാറ്റ്, ഈ സ്കിന്നിൽ ഈ കൺസേൺ ആയി എന്ന് പറഞ്ഞ ചാറ്റ് ഏത് മാസത്തെയാണ് എന്നുള്ളതൊന്ന് കാണിക്കാനായിരുന്നു. കാരണം ഇപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് നിർത്തുന്നതിൻ്റെ 2 ആഴ്ച മുമ്പ് ഉള്ള ഒരു സാധനമാണെങ്കിൽ നമുക്ക് വിശ്വസിക്കായിരുന്നു. ഇപ്പോൾ ജൂൺ 1-ാം തീയതി അല്ലേ കേസ് കൊടുത്തത്, അപ്പോൾ അതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പുള്ളതാണ് നമുക്ക് വിശ്വസിക്കാം. കാരണം ഈ ഒരു സാധനം കണ്ടു പ്രശ്നമായി, ഇവർ പറഞ്ഞ പോലുള്ളൊരു കഥ വിശ്വസിക്കാം. പക്ഷെ അത് കാണിക്കാത്തത് കൊണ്ട് തന്നെ അതൊരു ഡൗട്ടിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ഒരു സീൻ ഇവർ പറഞ്ഞത്, ഇവർ കുറേ കാലം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവർ കുറേ മെഡിസിനും അതും ഇതൊക്കെ ഇവരെ കൊണ്ട് വാങ്ങിപ്പിച്ചു, ഇവർക്കൊരു റിസൾട്ട് ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ 8 മാസം നല്ലൊരു പൈസ ഇതിന് ഇൻവെസ്റ്റ് ചെയ്തു. പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഇവരുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവരിൽ വന്നു. അങ്ങനെ ഇവരിരുന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവരാലോചിച്ചു. അങ്ങനെ ഇവർ ചിലപ്പോൾ വേറെ വല്ല ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ആ ഹിസ്റ്ററി ആയിട്ട് വാ, നമുക്ക് ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, 100% മാറ്റം ഉണ്ടാവും, നിങ്ങളത് വേണേൽ ഒരു കൊളാബ് പോലെ എടുത്തോ എന്നൊക്കെ കരുതി. അങ്ങനെ ഇവർ അവിടെ ചെന്നിട്ട് ഇവരോട് ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി തന്നില്ല. അപ്പോഴേക്ക് അവിടെ എന്ത് ചെയ്തു, ഇവർ കൊളാബ് ചോദിച്ചാൽ എന്നുള്ളത് ചിലപ്പോൾ പറഞ്ഞോ എന്ത് അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് ഇതുവരെ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ആൻഡ് ഈ ഒരു സാധനത്തിൽ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ആ ഡേറ്റ് ഏത് ദിവസമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നുള്ളത് കല്യാണി പറയണം. കല്യാണി അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ആ കാര്യത്തെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി ഇവിടെ പറയാൻ പറ്റൂ. പിന്നെ എന്തോ മുഖത്ത് കുത്തി വെച്ചു, പിന്നെ എന്തോ പാട് വന്നു, വീർത്തു, വേറെ എന്തോ ഒരു സാധനം ആക്കി, അതാക്കി ഇതാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല. ട്രീറ്റ്മെൻറ്റ് ഭാഗമാവാം, ഭാഗം അല്ലാണ്ട് നിൽക്കാം. അതിനെപ്പറ്റി എനിക്ക് ഒരിക്കലും പോസിറ്റീവോ നെഗറ്റീവോ പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. കാരണം ഇങ്ങനെ മുഖത്ത് കുത്തി വെക്കുന്ന കുറേ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കുത്താൻ നിങ്ങൾ നിന്ന് കൊടുത്തോണ്ടാണ്. എന്തിനാ ട്രീറ്റ്മെൻറ്റ് പുറത്താണെങ്കിൽ ആലോചിക്കാം, മനസ്സിലാക്കാം, അനലൈസ് ചെയ്യാം, അതിനുശേഷം മാത്രം നിങ്ങൾ ഇതിന് നിൽക്കണമായിരുന്നല്ലോ. നമുക്കൊരു ഹെൽത്ത് കൺസേൺ വരുമ്പോൾ നമ്മൾ നേരെ പോയി സഡനായി ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് അതിൻ്റെ എല്ലാം നോക്കണ്ടേ. 8 മാസമായിട്ട് എഫക്റ്റ് ഉണ്ടാവില്ല. ഇത്ര പൈസ വരുമ്പോൾ ആ ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറേയൊക്കെ നിങ്ങളുടെ ഭാഗത്തും ഈ ഒരു സാധനത്തിൽ കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. ബില്ല് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബില്ല് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ വാദിക്കുന്ന പോലെ എനിക്ക് ബില്ല് ഫുള്ള് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനെ ബൾക്കായിട്ട് ബില്ല് അയക്കണ്ടല്ലോ. അപ്പോൾ ബില്ലിങ് തന്നു. അപ്പം ഞാൻ ആ ബില്ലെല്ലാം നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന്. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്കിൽ പോയിട്ട് ഈ ഒരു ക്ലിനിക്കിലേക്ക് ഞാൻ അയച്ചേക്കുന്ന പൈസയുടെ മാത്രം ഡീറ്റെയിൽസ് എടുത്തു. അപ്പോൾ ഇവർ തന്നക്കുന്ന ബില്ലും ഇതുമായിട്ടും ഗജാന്തരം, അങ്ങനല്ലേ വാക്ക് പറയുന്നത്, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം കൺഫേം ആയി എന്തൊക്കെയോ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ആ ഒരു പരാതി നമ്മൾ. ഈ 8 മാസം എത്ര തവണ കല്യാണി ഈ ക്ലിനിക്ക് പോയി എന്ന് പറയണം. ആൻഡ് ഇവിടെ ഈ കല്യാണി വീഡിയോ കാണിക്കേണ്ട എങ്ങനെയാണോ, ഇവർ കാണിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഫോട്ടോയിൽ വെക്കുക. ആ സ്റ്റേറ്റ്മെൻറ്റ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഇത്ര പൈസ ആണ് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എന്നുള്ള കാണിക്കുക. എന്നിട്ട് ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയാണ്. സിമ്പിൾ, ഹമ്പിൾ, ക്ലാരിറ്റി കിട്ടി.
പക്ഷെ ഇവിടെ കല്യാണിയും ഇവർ പറയുന്നത് പോലൊരു സാധനം പറയുക ചെയ്യുന്നത്. കല്യാണി ഈ പ്രൂഫ് കാണിക്കുന്നില്ല. ഈ പ്രൂഫ് കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങൾ ചിലവാക്കിയ പൈസയാണ് കാണിക്കുന്നത്. അതൊരിക്കലും കോർട്ടിന് അഗെയിൻസ്റ്റോ അല്ലെങ്കിൽ ലീഗലിന് അഗെയിൻസ്റ്റോ അല്ല. പക്ഷെ നിങ്ങളിതിവിടെ കാണിച്ചിട്ടില്ല. ഇതും ഒരു അലിഗേഷൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് പിന്നെ 8 മാസം നിങ്ങളിപ്പോൾ എത്ര തവണ പോയി എന്നുള്ളത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഒരു 6 മാസം തന്നെ നിങ്ങളൊരു 15 ദിവസം ഇടവിട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു 12 തവണ പോയിട്ടുണ്ടെങ്കിൽ ഈ 12 തവണത്തെ ബില്ല് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ നല്ല ഫോർമാറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് ഓരോ ബില്ല് എടുക്കാൻ പറ്റും. പക്ഷേ ഈ അഡ്വാൻസിങ് രീതിയാണോ, കുറേ ഇതിന് പ്രൊസീജിയർ ഉണ്ട്. അഡ്വാൻസിങ് രീതിയാണോ അല്ലെങ്കിൽ ഓൺ ടൈം കൊടുക്കുന്ന ബില്ലാണോ? ഈ 6 മാസമായിട്ടും ബില്ല് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് ചോദിച്ചില്ല, എന്തുകൊണ്ട് കണക്റ്റ് ആയില്ല, എങ്ങനെയാണ് ഈ അവസാന നിമിഷം ഇതെല്ലാം ഒരു വിഷയമായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 1-ാം മാസം 2-ാം മാസം 3-ാം മാസം 4-ാം മാസം 5-ാം മാസം തോന്നാത്തൊരു സാധനം ഈ 6-ാം മാസം അവസാനം ഇങ്ങനെ വിഷയമായി. എന്തായാലും ഈ ബില്ലിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ 2 വെച്ചിട്ടുള്ള, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ കൺസേൺ ആയിക്കോട്ടെ, എനിക്ക് വട്ടച്ചോറി പിടിച്ചു, ഞാൻ എൻ്റെ കൺസേൺ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. വഴിയെ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ റാൻഡം ആയിട്ട് ഒരാൾ വിളിച്ചിട്ട് ഇന്നാളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് എന്താണ് കുഴപ്പം പറഞ്ഞോളൂ, എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എടുത്ത ട്രീറ്റ്മെന്റ് എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഫേക്ക് ആയിട്ട് പറയുക, അതൊക്കെ എന്ത് ഡിഗ്നിറ്റി, ആ ഒരു സ്ഥാപനത്തിന്റെ ഡിഗ്നിറ്റി തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ പറഞ്ഞ എവിടെ പറയും അങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമ്മൾ പൈസ കൊടുത്ത് ചെയ്ത് ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അത് വളരെ കള്ളങ്ങൾ ഇതുപോലെ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും രീതിയിൽ ഞാൻ ഒരു എന്ന് വെച്ചാൽ എക്സ്പ്ലനേഷൻ ആണ് തന്നേക്കുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം, എന്താണെങ്കിലും തീരുമാനിക്കാം. കാരണം ഇതും കൂടെ ഞാൻ പറയുകയാണ്, ഇത് അവർ ചെയ്തിട്ടുള്ളത് ശരിയായ പ്രവൃത്തിയായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ വളരെ പേഴ്സണലായിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ഡയഗ്നോസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊന്നും ഈ വീഡിയോയിൽ പുറത്ത് വന്നിട്ടില്ല. കല്യാണി ഒരു ട്രീറ്റ്മെൻറ്റ് വന്നു, സ്കിൻ കൺസേണിനാണ്, ക്രീം യൂസേജ് കാരണമുള്ളൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളൂ. നിങ്ങൾ അവിടെ കൺവേ ചെയ്ത പേഴ്സണൽ കാര്യം ഒരിക്കലും ഡോക്ടർ വന്ന് സംസാരിച്ചിട്ടില്ല. കാരണം ഡോക്ടറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് തെറ്റാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിയമ സംവിധാനം വഴി നോക്കാം. ഇപ്പം എൻ്റെ സ്ഥാപനത്തിൽ ഒരു പേഷ്യൻറ്റിനെ കുറിച്ചിട്ട് അറിയാത്ത ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല. അത് എൻ്റെ കൈൻഡ് ഓഫ് എത്തിക്സ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ലീഗലി അഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ കേസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് ഒറ്റ യൂട്യൂബർമാരും എന്നെ കോൺടാക്ട് ചെയ്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിങ്ങനെ യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ ഒന്നിനുള്ള നേരം എനിക്കില്ല. ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് എൻ്റെ ഫാദറിൻ്റെ ഫോണാണ്. സമയം 19:57. കാണുന്നുണ്ടോ എനിക്കറിയില്ല. 19:57, 8 മണിയായി. ഞാൻ എൻ്റെ വർക്കിന് രാവിലെ 7:40 പോയിട്ട് ഞാനിവിടെ വന്ന് ഫുഡ് പോലും കഴിക്കാണ്ടിരുന്ന് ഞാൻ 2 വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇനി ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും 9 മണിയാവും. എന്നിട്ട് വേണം എനിക്ക് കുളിച്ച് ഒന്ന് ഫ്രഷായി ഒന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തിരക്കിനിടയിൽ ഒരു യൂട്യൂബറെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്കൊക്കെ 3 ലക്ഷം സബ്സ്ക്രൈബറിൽ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടാൽ പോരെ, നമ്മളൊക്കെ എടുത്ത് സംസാരിക്കില്ല. ഇതുകൊണ്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്യാത്തത്. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ്.